ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ള രണ്ട് വെജിറ്റേറിയൻ റെസിപ്പീസും അതുപോലെ ബാംഗ്ലൂർ ഐക്യയിൽ പോയ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം കോഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ള സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും വേണം കേട്ടോ. ഇന്ന് ഞാൻ എഗ്ഗ് പ്ലാന്റ് വെച്ചിട്ട് ഒരു പുളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവററ്റ് ആണ് ബ്രിഞ്ചാൾ. അപ്പോൾ ഞാൻ ഈ വ്രതമൊക്കെ എടുക്കുന്ന ദിവസം മസ്റ്റായിട്ട് ഈ കറി എനിക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ പീനട്ടും അതുപോലെ 1 ടേബിൾ സ്പൂൺ സെസ്മി സീഡ്സും ആണ്. ഇത് രണ്ടും വറുത്ത് പൊടിച്ച് വെക്കണം. എഗ്ഗ് പ്ലാന്റ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2 മാസം മുന്നേ ഐക്യയിൽ പോയിരുന്നു. ബാംഗ്ലൂർ അനിയൻ്റെ അടുത്ത് പോയപ്പം പോയതാണ്. അപ്പം എടുത്തതാണ് ഈ ജഗ്. അതിൻ്റെ ഞാൻ സ്റ്റിക്കർ പറിച്ചത് ശരിയായിട്ടില്ല. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നല്ല മെഷറിങ് സ്കെയിലൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനി നമുക്കിതൊന്ന് ക്രോസ് ആയിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. 3/4 വരെ സ്ലിറ്റ് ഇട്ടാൽ മതി, അങ്ങ് താഴോളം വരെ എത്തണ്ട. അതുപോലെ അതിൻ്റെ തണ്ടൊക്കെ അവിടെ നിന്നോട്ടെ, കളയണ്ട. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു കടായി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക കേട്ടോ. അതിലേക്ക് നല്ലോണം ചോപ്പ് ചെയ്ത ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലോണം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴുതനങ്ങൾക്ക് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാൾട്ട് ഇപ്പം ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പ് പിടിച്ചോളും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രിഞ്ചാൾ പൊട്ടി വരാണ്ട് മെല്ലെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് പൊടികളെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് കുക്കായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അത് പിഴിഞ്ഞിട്ട് തിക്കായിട്ടുള്ള പുളീൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പുളിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ ബ്രിഞ്ചാൾ 60% കുക്കായിട്ടുണ്ട്. അപ്പം ബാക്കി പുളിവെള്ളത്തിൽ കിടന്നിട്ട് കുക്കായി വരട്ടെ. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. നേരത്തെ കുറച്ചല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് നല്ലോണം പുളീൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്ക് ഇത് തിളച്ച് നല്ലോണം ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സെസ്മി സീഡ്സിൻ്റെയും പീനട്ടിൻ്റെയും പൊടി ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പം തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറും. ഇനി 1.5 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തിക്ക് ഗ്രേവിയുള്ളൊരു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നെക്സ്റ്റ് റെസിപ്പി കോവക്ക വെച്ചിട്ടുള്ളൊരു അവിയലാണ്. അതിന് വേണ്ടി ഞാനൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. ഇത് ചേർത്ത് അരക്കുന്നത് തൈര് വെച്ചിട്ടാണ്. അതായത് അവിയൽ പോലെയല്ലേ ആക്കുന്നത്. അപ്പം തൈര്, ഇത് കുറച്ച് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നുണ്ട് വേറെ.
ഒരു കടായി അടുപ്പത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ച കോവക്കയാണ്. ഒരു 1/2 കിലോ കോവക്കയുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഞാൻ ഒരു കുടംപുളി എന്ന് പറയില്ലേ, മലബാർ താമറിൻ്റെ, അത് വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈരിന് തീരെ പുളിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുടംപുളിയും കൂടി ചേർക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ പീസാണ് ചേർക്കുന്നത്, അധികം ചേർക്കരുത്. ഇനി തൈരും ഈ പുളിയൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ളതനുസരിച്ചിട്ട് പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞ് ചേർത്താൽ മതി. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്, ഇതിൻ്റെ ഒരു ഹാർഡ്നെസ് ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇതിപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്, പുളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ചതച്ച് വെച്ച മസാലയില്ലേ, നമ്മൾ കോക്കനട്ട് തൈര് ചേർത്ത് ചതച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റോളൊക്കെ കഴിഞ്ഞു. നമുക്ക് തുറന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ബാംഗ്ലൂർ ഐക്യ വന്നപ്പോൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. 2-3 പ്രാവശ്യം വന്നാലും കയറാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but ഫർണിച്ചറൊക്കെയുള്ള നല്ല സെക്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് ഷൂട്ട് ചെയ്തതാട്ടോ. ഇനിയും ഉണ്ട്, കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. I'll push all my chips and call all in. I'll bet on myself, you keep stalling. I hear destiny and it's calling. I'll keep my head up high through the downs and lows, and we're all going life. Still nobody knows, but I'ma choose what's right and take what comes and goes. And ain't no one in life holding me back no more. I've seen a lot of change. ഇത് ഞാൻ പാസ്തയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് 4 പീസിന് 1290 വരുന്നുണ്ട്. ഈ മഗ് 200 സംതിങ് ആണ്. ഓഫറിന് പറഞ്ഞിട്ട് 149 ഒന്നിന് ഉള്ളത്. അതിൽ ഇത് ഗ്രീൻ കളറിൽ ജഗ്ഗും കൂടി ഞാൻ എടുത്ത് നോക്കിയതാണ്, ഫ്ലാസ്ക് പോലെ. അപ്പം നോക്കുമ്പോൾ ഇത് ഫ്ലോപ്പായി പോയി. ഇതിൽ ഒരു 5 hours മാത്രമേ ചൂട് നിൽക്കുന്നുള്ളൂ. ഈ സ്റ്റീലിൻ്റെ ഈ ജഗ്ഗ് നല്ലതാണ്, നല്ല യൂസ്ഫുൾ ആണ്. അതിൽ മെഷറിംഗ് സ്കെയിലൊക്കെ ഉണ്ട്. ഇത് 569 ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെ നല്ല ഓഫർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് 69 അങ്ങനെ സംതിങ്ങേ ഉള്ളൂ. അതുപോലെ ഈ സോപ്പ് ഡിസ്പെൻസറും 69 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ക്ലോത്ത് സ്ക്രബ്ബറാണ്, ഇതിന് 169 ആണെന്ന് തോന്നുന്നു. അതുപോലെ കിച്ചൺ ടവലും അതും 169 149 അങ്ങനെ എന്തോ ആണ്. പിന്നത് ഒരു മിക്സിംഗ് ബൗള് വാങ്ങിയിട്ടുണ്ട് സെറ്റായിട്ടുള്ളത്, അതിന് 499 വരുന്നുണ്ട്. ഇതിങ്ങനെ നല്ല അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഫുഡൊക്കെ വെക്കാൻ നല്ലതല്ലേ, അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഇതിങ്ങനെ സെറ്റായിട്ടാണ്. പിന്നെ ഒരു ബോക്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിമിഷങ്ങൾ എൻ്റെ കൂടെ ചിലവഴിച്ചതിൽ നന്ദി, നമസ്കാരം.